ആടിനെ പട്ടിയാക്കുന്ന കാലം കഴിഞ്ഞെന്ന് CPM ഒന്ന് മനസ്സിലാക്കണം. CPM-നെതിരെ ആരെങ്കിലും വായു തുറന്നാൽ തീർന്നു. അവരെ ആദ്യം പട്ടിയാക്കും, പിന്നെ പേപ്പട്ടിയാക്കും, പിന്നെ തല്ലിക്കൊല്ലും. ഇതാണ് അവരുടെ ഒരു രീതി. അതിപ്പോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇനിയിപ്പോ CPM-കാരെ ആയാലും അങ്ങനെയൊക്കെ തന്നെ. പണ്ടൊക്കെ പാർട്ടി ക്ലാസ്സിലൂടെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെയാണ് അത് പ്രചരിപ്പിക്കാൻ എന്തിനും പോകുന്ന കുറെ സൈബർ സഖാക്കന്മാരും ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഫേക്ക് സാധനങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചികഞ്ഞെടുത്ത് പ്രചാരണത്തെ പൊളിക്കാൻ ആർക്കും കഴിയും. നേരത്തെ BJP-ക്ക് കേരളത്തിൽ ഇത്രയധികം സ്വീകാര്യത ഇല്ലാതിരുന്ന കാലത്ത് CPM-നെതിരെ വായു തുറക്കുന്നവരെ സംഖ്യയായി ചിത്രീകരിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു പരിപാടി. കണ്ണൂരിൽ പറമ്പിലെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ CPM-നെതിരെ ഒരു യുവതി ശക്തമായി പ്രതികരിച്ചിരുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ശബ്ദമായാണ് അവർ പ്രതികരിച്ചത്. അവരെ ലോക്കൽ CPM-കാരെത്തി ഉടനെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ഇനി വായു തുറക്കരുതെന്ന് മകളോട് മിണ്ടരുതെന്ന് പറയണമെന്ന് മാതാപിതാക്കളോട് ഭീഷണിയും മുഴക്കി. ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയതോടെ അടുത്ത അടവുമായി ഷാജിയും കൂട്ടരും ഇറങ്ങി. അതും മോർഫ് ചെയ്ത ചിത്രവുമായി. കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിനെതിരെ സംസാരിച്ച വ്യക്തിയെ BJP-കാരിയാക്കി മുദ്രകുത്തി അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അവരുടെ സ്ഥിരം പല്ലവി തന്നെ, CPM-നെതിരെ മിണ്ടിയാൽ തുലച്ചു കളയുമെന്ന ഭീഷണി. എന്നിട്ടിപ്പോ പാർട്ടിക്കാരായ ചില സ്ത്രീകളെ കൊണ്ട് പാർട്ടി ചാനലിൽ പറയിപ്പിക്കുകയാണ് ബോംബ് എന്നാൽ എന്താണെന്ന് കണ്ണൂരുകാർക്ക് അറിയുക പോലും ഇല്ലത്രേ. 1072 കൊല്ലമായി കണ്ണൂർ ജീവിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ലത്രേ. ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? ഇതൊക്കെ കണ്ട് പേടിച്ചാണ് കണ്ണൂരിൽ സ്ത്രീകൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇനിയിപ്പോ എന്താ കണ്ണൂരിൽ സംഭവിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. ഒരു സ്ത്രീ CPM-നെതിരെ മിണ്ടിയതിന് അവർ എന്തായിരിക്കും ഇനി നേരിടാൻ പോകുന്നത്? സീന പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട് കണ്ണൂരിലെ സ്ത്രീകൾക്ക് പറയാൻ. പക്ഷെ ആർക്കും ഒന്നും പരസ്യമായി പറയാനാവില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും നേടിയ വിജയം CPM-ന്റെ അടപ്പിളക്കിയിരിക്കുകയാണ്. മാത്രമല്ല UDF-ന്റെ വിജയത്തെ തുടർന്ന് അക്രമ സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. കൂടാതെ കണ്ണൂരിലെ BJP-യുടെ വോട്ട് വിഹിതവും കൂടിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് CPM-ന് സഹിക്കാൻ കഴിയുക? ഇനി എങ്ങനെയും അക്രമം അഴിച്ചുവിട്ട് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനായി കണ്ണൂരിലെ ലോക്കൽ പ്രവർത്തകരെ കരുവാക്കി നേതൃത്വം കളിക്കുന്നതാണ് ഇതൊക്കെ എന്നാണ് കണ്ണൂരിലെ സ്ത്രീകൾ പ്രതികരിക്കുന്നത്.